ഹായ്, ഞാൻ നിജി. അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു ഫെർട്ടിലൈസർ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് ആൾ ഇന്ത്യ നമ്മൾ ഓർക്കിഡും ഉണ്ട്, അതുപോലെ ഫെർട്ടിലൈസറും ഉണ്ട്, പോട്ടും ഉണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് കുറച്ച് ജർമ്മൻ ബ്രാൻഡായിട്ട് ഓർക്കിഡിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറുകളാണ്. നമ്മുടെ PL വിന്നർ ഉണ്ട്, 19 ഉണ്ട്, അങ്ങനെ ഒത്തിരി ഫെർട്ടിലൈസർ ഉണ്ട് നമ്മളെടുത്ത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും ഒരേ ടൈമിൽ നമുക്ക് ഫംഗസൈഡും ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു PL വിന്നർ. ഈ ഒരു ബോട്ടിലിൻ്റെ വില 268 രൂപയാണ്. അപ്പോൾ അതൊരു ഓർഗാനിക്കാണ്. നമ്മൾ കടൽപ്പായലിൽ നിന്ന് പുളിപ്പിച്ചിട്ടുള്ള ഒരു സത്തുള്ളൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ഒരു PL വിന്നർ കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികൾക്കുള്ള വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ ഉണ്ട്, ഇതുപോലെ റൂട്ട് ഡെവലപ്മെൻറ്റിനുള്ള ഫെർട്ടിലൈസർ ഉണ്ട്, നമ്മൾ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ ഉണ്ട്, പിന്നെ നമുക്ക് പൂക്കാനുള്ള പൊട്ടാഷ് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ഉണ്ട് കേട്ടോ. അങ്ങനെ 5 ഫെർട്ടിലൈസറാണ് നമ്മളിപ്പോൾ ഈ ഓൺലൈൻ സ്റ്റോറിലുള്ളത്. ഓരോന്നും നമുക്ക് മാറി കൊടുക്കണം. നമുക്ക് ഓർക്കിഡ് ചെടികൾക്ക് ആവശ്യത്തിന് നല്ല ഫെർട്ടിലൈസർ ഇഷ്ടപ്പെടുന്ന ബ്രാൻഡാണ്. അതുപോലെ തന്നെ ധാതു ലവണങ്ങളും പിന്നെ ഒരുപാട് മൂലകങ്ങളൊക്കെ വേണം. ഒരേ ഫെർട്ടിലൈസർ മാത്രം കൊടുത്താൽ പോരാ, പല കണ്ടൻറ്റുകളും നമ്മൾ മാറി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നമ്മൾ കൊടുക്കുക എന്നുള്ളതും അതെങ്ങനെയൊക്കെ യൂസേജ് എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് ഏത് വളങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് വളർച്ചയ്ക്കും ഗ്രോത്തിനും കൂടി ഉള്ളതാണ്. ആദ്യം നമ്മൾ ചെടികൾ വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ മാത്രം കൊടുക്കാം. കുഞ്ഞൻ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇല സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിട്ട് നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ സ്റ്റോക്കാണിത്. ഒത്തിരി ക്വാണ്ടിറ്റീനെ നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെറിയൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മളെ ബാസ് ഫോളിയർ 19 ഒരു ജർമ്മൻ ബ്രാൻഡാണ്. നമ്മൾ കുറച്ച് ക്വാളിറ്റി കൂടിയതാണ്. കോംബോ എക്സ്പെർട്ട് എന്നൊരു ജർമ്മൻ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഇതിൻ്റെ യൂസേജ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് 3 ഗ്രാം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/2 kg പാക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി കാലം നമുക്ക് എയർ കണ്ടൻറ്റെല്ലാം ഒരു ബൗളിലൊക്കെ അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനുണ്ടാവും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം 3 ഒരേ റേഷ്യോയിലാണ് NPK കേട്ടോ. അപ്പോൾ നമുക്കിത് വളർച്ചയ്ക്കുള്ളൊരു ഫെർട്ടിലൈസർ. പിന്നെ നമുക്ക് സെക്കൻഡ് കൊടുക്കുന്നത് നമ്മുടെ ഹൈഡ്രോസ്പീഡാണ്, കാൽസ്യം ബോറോണാണ്. ഇത് നമ്മുടെ ചെടിയുടെ നമുക്ക് കാൽസ്യം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെമ്മൊക്കെ നല്ല സ്ട്രോങ് ആക്കാനും, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാവോനരി പോലുള്ള ഒരു വലിയ മണിമ തരി പോലുള്ള ഒരു ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് കാൽസ്യം ഉണ്ട്, ഇതിൽ ബോറോണും ഉണ്ട്. രണ്ടും നമ്മളെ ചെടികൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകളാണ്. ചെടികളൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും, പിന്നെ ഇലകളൊക്കെ നല്ല പച്ച കളറും നല്ല റൂട്ട് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ നല്ല വളർച്ച ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പൂക്കാനുള്ള ടെൻഡൻസി കാണിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് വളർച്ചയ്ക്കുള്ളതാണ്. ചെടികൾ വളർച്ചയ്ക്കുള്ളത് കൊടുത്തതിന് ശേഷം മതി നമ്മൾ ഇതുപോലെ പൊട്ടാസ്യം അടങ്ങിയ ഫെർട്ടിലൈസർ. ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ ഈ ഒരു കോംബോ പിന്നെ ഫെർട്ടിലൈസർ കോമ്പി. എല്ലാ ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഫെർട്ടിലൈസർ കോമ്പി എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെടികൾക്കൊക്കെ പെട്ടെന്നെല്ലാം സ്ട്രെസ്സും സ്ട്രെയിനും കാലാവസ്ഥൻ്റെ ഡിപ്രഷനും അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് ചേഞ്ചിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചെടികൾക്കും ഒരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടാവും, ഡിപ്രഷനൊക്കെ. അതിൽ നിന്ന് കെയർ ചെയ്യാനാണ് നമുക്കിത് കൊടുക്കുക. ഇതൊരു മഞ്ഞ ഒരു ഫോമിലുള്ളൊരു പൊടി രൂപേണുള്ള ഒരു ഫെർട്ടിലൈസറാണ്. മഞ്ഞല്ല, പച്ച കളറിലുള്ള ഒരു ഗ്രീൻ പൗഡറാണ്. അപ്പോൾ ഈ ഒരു കളറിലുള്ളതാണ് ഈ ഒരു ഫെർട്ടിലൈസർ കോമ്പി. നമ്മുടെ ചെടികൾക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. ഒത്തിരി കാലം നമ്മുടെ ചെടികൾ ഇത് നല്ലപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ മൂന്നാമത്തേതാണ് നമ്മുടെ ഈ ഒരു ഒമെക്സ് 4. ഇതാണ് നമുക്ക് പൊട്ടാസ്യം ഇമ്പ്രൂവ് ചെയ്തൊരു ഫെർട്ടിലൈസർ. ഇത് ചെടികൾക്ക് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുത്ത് ചെടികളൊക്കെ നല്ല വളർച്ചയ്ക്ക് എത്തിയതിന് ശേഷം നമ്മൾ 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പൊട്ടാസ്യം അടങ്ങിയ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക. ഇതിപ്പോൾ നമ്മളൊരു ചെറിയ സ്റ്റാർട്ടിങ്ങിലുള്ള ചെടിക്കാണ് നമ്മൾ 2 മാസം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒമെക്സി കൊടുക്കാം. ഇത് നമുക്ക് ചെടികൾ പൂക്കാനുള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 19 ഒക്കെ കൊടുത്ത് ചെടികളൊക്കെ നല്ല ഗ്രോത്ത് ആയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെയുള്ള പൊട്ടാസ്യം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടോ, ഇതുപോലെ ചാർക്കോളും ഓടിൻ്റെ കഷ്ണവും മാത്രം വെച്ചിട്ടാണ് ചെടികളൊക്കെ നല്ലൊരു ടൈറ്റുള്ളൊരു പോട്ടിങ് കൊടുക്കുക. പിന്നെ നല്ലൊരു കറക്റ്റ് മീഡിയം നല്ലൊരു ടൈറ്റിൽ കൊടുത്താൽ തന്നെ ചെടികൾ പെട്ടെന്ന് റൂട്ട് പിടുത്തം കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ PL വിന്നർ നമുക്ക് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാനും കൂടിയാണ് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ഒരു PL വിന്നർ. നമ്മളെ
കടൽപ്പായലിൽ നിന്ന് പൊളിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സത്ത്, അത് നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് 4 നമ്മൾ ഓരോ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് കൊടുക്കുക. 3ാമത്തെ വട്ടം നമ്മൾ ഈ ഒരു സീവീഡ് കൊടുക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു ഞായറാഴ്ച വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച കൊടുത്താൽ ഞായറാഴ്ചൻ്റെ ഉള്ളിൽ 2 ഫെർട്ടിലൈസർ കൊടുക്കാം. ഫസ്റ്റ് 19 കൊടുക്കുക, 2ാമത് നമുക്ക് കാൽസ്യം ബോറോൺ കൊടുക്കുക, 3ാമത് നമുക്ക് സീവീഡ് കൊടുക്കാം, 4ാമത് നമ്മുടെ ഫെർട്ടിലൈസർ കോമ്പി കൊടുക്കുക കേട്ടോ. അങ്ങനെ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഫസ്റ്റ് കൊടുത്ത 19 തന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ചെറിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം ഈ വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ റെഗുലറായിട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെടിയൊക്കെ നല്ല റൂട്ട് ഡെവലപ്മെൻറ്റൊക്കെ വന്ന് ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും പൂക്കാറായി എന്നുള്ളത്. ചെടികളുടെയൊക്കെ സ്റ്റെമ്മുകളൊക്കെ തടിച്ച് വീർത്തൊക്കെ കൊടുക്കുന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു ഒമെസി കൊടുക്കുന്നത്, ആ പൊട്ടാസ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. അത് കൊടുക്കുമ്പോൾ തന്നെ ചെടികൾക്കൊക്കെ പൂക്കാനുള്ള ഇതുപോലെ നിറയെ മുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളും കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. അത് നല്ലൊരു ഏരിയയിലൊക്കെ വെളിച്ചമൊക്കെ ഉള്ളൊരു ഏരിയയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാതെ തന്നെ ചെടികളൊക്കെ നന്നായിട്ട് തന്നെ പൂക്കും കേട്ടോ. ഈ ഒരു ഫെർട്ടിലൈസർ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ ചെടികൾക്ക് എന്തൊക്കെ കൊടുത്തു എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതേപോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ കണ്ടൻറ്റും നമുക്ക് മനസ്സിലുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എന്തിനാണെന്നുള്ള കാൽസ്യം ഉണ്ട്, ബോറോൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും MRP റേറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെ ഗ്രാമൊക്കെ വെച്ചിട്ട് തന്നെ വാട്സപ്പിൽ നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചതിന് ശേഷം നമ്മളെ വിളിക്കുക കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബൈ.